എല്ലാവർക്കും MI മോഷൻ ഗ്രാഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈറ്റിൽ അനിമേഷനാണ്. അപ്പോൾ ഈ ഒരു അനിമേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പലരും ടഫാണെന്ന് വിചാരിക്കും, ഇത് ആഫ്റ്റർ എഫക്ട്സിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ വളരെ എളുപ്പമാണ്, നമുക്ക് കൈൻ മാസ്റ്ററിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ടൈറ്റിൽ അനിമേഷൻ ക്രിയേറ്റ് ചെയ്യാനായി ആദ്യമേ ആ ടൈറ്റിൽസ് ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. അത് നമ്മൾ പിക്സൽ ലാബിലാണ് ചെയ്യുന്നത്. അതിനായി നിങ്ങൾ ആദ്യം തന്നെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്ത ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. അതിനുശേഷം ഒരു എയിൽ പോയ ശേഷം നിങ്ങൾ ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ആ ടൈറ്റിലിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണ്ട് നിങ്ങളിവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഫോണ്ടാണ് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴേക്ക് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ടെക്സ്ചർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇങ്ങനെ ടെക്സ്ചർ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടെക്സ്ചർ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റീൽ മെറ്റാലിക് ടെക്സ്ചറാണ്. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ടെക്സ്ചർ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം എനേബിൾഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ, അതായത് ഈ ഒരു നാലാമത്തെ ഓപ്ഷൻ അവിടെ വന്ന ശേഷം ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആക്കി കൊടുക്കുക ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ ഈ ഒരു ടൈറ്റിൽ നമുക്കിവിടെ ബാക്കിയുള്ള ഒരു ടൈറ്റിൽ അനിമേഷൻ മാത്രമല്ല, ഒരുപാട് സെൻറ്റൻസ് ഇങ്ങനെ എഴുതി കാണിക്കുന്നതായിട്ട് കാണണമെങ്കിൽ അതെല്ലാം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് വേറെ ടൈറ്റിൽ ഇവിടെ എഡിറ്റ് ഓപ്ഷനിൽ പോയ ശേഷം അടുത്തത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് പല ടൈറ്റിൽസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു അനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൈൻ മാസ്റ്ററിലാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കൈൻ മാസ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ക്രിയേറ്റിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു നെക്സ്റ്റ് ചെയ്യുക. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓവർലേ ആഡ് ചെയ്യുകയാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഓവർലേ ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ആ ഒരു ഓവർലേ ഇവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ പിക്സൽ ലാബിൽ ചെയ്തു വെച്ച ആ ഒരു ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എത്ര സെക്കൻഡ് വേണമെന്നുള്ളത് അതിനനുസരിച്ച് അത്രയും പോർഷനിലേക്ക് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആവശ്യമില്ലാത്ത പോർഷൻ കട്ട് ചെയ്ത് കളയുക. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സോങ്ങിനനുസരിച്ചാണ് ആ ഒരു ഡ്യൂറേഷൻ സെറ്റ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കീയുടെ ഓപ്ഷൻ വന്ന ശേഷം നമ്മൾ ഫസ്റ്റിലത്തെ കീ ഒന്നും ചെയ്യേണ്ട, എൻഡിലത്തെ കീയിലേക്ക് വന്ന ശേഷം അവിടെ എൻഡിലെ ഭാഗത്തേക്ക് വന്ന ശേഷം നമ്മൾ അവിടെ ഒരു കീ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഇത് ജസ്റ്റ് സൂം ഔട്ട് ആക്കി കൊടുക്കാം. ഇതുപോലെ സൂം ഔട്ട് ആക്കി കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഈ ഒരു റേയുടെ ഭാഗത്തേക്ക് കൊണ്ടുവച്ച് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടി ഒരു നാച്ചുറാലിറ്റി വരാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലും ഇതേ സെയിം പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇമേജ് ഞാൻ നമ്മുടെ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇമേജ് നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഒരു റൊട്ടേറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലേക്ക് സൂം ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഏകദേശം ഇത് നമ്മൾ കാണാത്ത രീതിയിലേക്ക് ഇങ്ങനെ സൂം ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കീയിലേക്ക് വന്ന ശേഷം ഓക്കെ, അതിന് മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഡ്യൂറേഷൻ കറക്റ്റ് ഈ 3 സെക്കൻഡ് ആക്കി കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ കീ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻഡിങ്ങിൽ അടുത്ത കീ ആഡ് ചെയ്ത ശേഷം അത് നമുക്ക് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ നിങ്ങൾക്ക് മൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു എഫക്റ്റ് അവിടെ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം ബാക്കിയുള്ള ടൈറ്റിൽസും ഇതുപോലെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഈ ഒരു ഇമേജ് ഡിലീറ്റ് ചെയ്ത ശേഷം അടുത്ത ഇമേജ് ഇതിലേക്ക് നമ്മൾ പിക്സൽ ലാബിൽ ചെയ്ത അടുത്ത ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നേരത്തെ ചെയ്ത അതേ സെയിം പ്രോസസ്സിൽ തന്നെ നിങ്ങൾക്ക്
ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു PNG, ഈ ഒരു രണ്ടാമത് കാണുന്ന ഒരു PNG സെലക്ട് ചെയ്ത ശേഷം ഈ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കാൻ മറക്കും. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ടൈറ്റിൽസും ക്രിയേറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഹാപ്പി ബർത്ത്ഡേയുടെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടതുപോലെ ആ ഒരു രീതിയിലെല്ലാം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് ഇതുവരെ സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല. സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ എഡിറ്റേഴ്സ് ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.